വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ചെറിയൊരു ഗെയിമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ഗെയിം നടത്തുന്നത്. ചെറിയ മക്കൾ, അതായത് 10 വയസ്സിന് താഴെയുള്ള മക്കൾ സ്റ്റേജിലേക്ക് കയറി വരിക. നാച്ചുറൽ, അതായത് പ്രകൃതിയുമായിട്ടുള്ള ടീഷർട്ടുകൾ ഇട്ടിട്ടുള്ള, തെങ്ങോ പനയോ അങ്ങനെയുള്ള ടീഷർട്ടുകൾ, അല്ലെങ്കിൽ എന്താ പറയുക, പട്ടിപ്പൂച്ച അങ്ങനെയുള്ള ടീഷർട്ടുകൾ, അങ്ങനെ ടീഷർട്ട് ഇട്ടുള്ള കുഞ്ഞു മക്കൾ ഒരു 5 പേര് സ്റ്റേജിലേക്ക് വന്ന് നമുക്കൊരു ചെറിയ ഗെയിം ഷോ സെറ്റ് ചെയ്യാം. പെട്ടെന്ന് കിടന്നു വരണം. 5 പേര് സ്റ്റേജിൽ നിന്ന് വരുമോ? ഒരു 5 പേര് സ്റ്റേജിലേക്ക് വരൂ. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വരൂ. സിന്ധു ഓടിവാ ഓടിവാ ഓടിവാ. ഇനി ഒരു മൂന്നാളും കൂടി ഓടിവാ. നമുക്കൊരു ഗെയിം കളിക്കാം. ഒരു ഗെയിം. എത്തിയല്ലോ, വാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കയറിക്കാം. നമ്മൾ കുഞ്ഞുങ്ങളെ വെച്ച് ചെറിയൊരു ഗെയിം നടത്താണ്. ബാ 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 ഓടിവാ. മിടുക്കി ബാ. ഞാൻ ഇവർക്ക് 5 പേർക്ക് ഓരോ പെൻസിലാണ് കൊടുക്കുന്നത്. ആ പെൻസിൽ മുഴുവനായിട്ട് ചെത്തുന്ന, ആദ്യം ചെത്തി കഴിയുന്ന ആൾക്ക് 1ാം സമ്മാനം, ബാക്കിയുള്ളവർക്ക് സമ്മാനമുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഒരു പെൻസിൽ എത്താൻ അറിയാലോ? അപ്പം നമുക്കൊരു പെൻസിൽ എത്തി നോക്കാം. ഓക്കെ അല്ലേ? ഇനി മക്കൾ കഴിഞ്ഞു, 5 പേരേ ഉള്ളൂ. എൻ്റെ കയ്യിൽ സാധനം. നോക്കില്ലടാ കണ്ണ, കട്ടർ തീർന്നു പോയി. ആൻറ്റി വിളിക്കാം. അവിടെ നിൽക്കോ ആൻറ്റി വിളിക്കാം. പ്രേമട്ട് കട്ടർ ഉണ്ടോ? ഓക്കെ അല്ലേ? നിങ്ങൾ റെഡി അല്ലേ? അപ്പം ആൻറ്റി സമയം പറയും. സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ചെത്താൻ തുടങ്ങണം. ആദ്യം ആരാണോ പെൻസിൽ ചെത്തി കഴിയുന്നത് അവർക്ക് സമ്മാനം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? പെൻസിൽ ചെത്താൻ അറിയാമോ? അറിയൂലേ? എന്നാ നിൽക്കോ, ആ ചേച്ചിക്ക് കൊടുക്കട്ടെ. എന്നാ മോള് വാ. മോനെ പെൻസിൽ തരാം കേട്ടോ, വേറെ പെൻസിൽ തരാം കേട്ടോ. അവിടെ നിന്നോ ആൻറ്റിയുടെ കൂടെ നിന്നോ. ഇങ്ങോട്ട് വാ. അവിടെ നിന്നോ കേട്ടോ. മോനെ സമ്മാനം തരേ. മോനെ പെൻസിൽ ചെത്താൻ അറിയാലോ? എല്ലാവർക്കും അറിയാലോ? ഓക്കെ അല്ലേ? അപ്പം നമുക്ക് സമയം നോക്കാം. ആരാണോ ആദ്യം പെൻസിൽ ചെത്തി കഴിയുന്നത് അവർക്ക് സമ്മാനം. ഓക്കെ അല്ലേ? ഒരു പെൻസിൽ. മോനെ പെൻസിൽ ചെത്താൻ കിട്ടോ? തരട്ടെ? പെൻസിൽ ചെത്താൻ തരട്ടെ? വേണ്ടേ? നമ്മ പോയിക്കോ. നമ്മുടെ അടുത്തേക്ക് പോയിക്കോ. വിഷമാവോ? ഒരു കട്ടറും കൂടി, ഒരാൾക്കും കൂടി സ്റ്റേജിലേക്ക് കടന്നു വരാം. ഒരു പെൻസിലും കട്ടറും കൂടി ഉണ്ട്. ഒരാൾക്കും കൂടി കടന്നു വരാം. ഓടിവാ. ഒരാൾക്കും കൂടി വരാം. ഓടിവാ മോനെ. അപ്പം നമ്മൾ കുട്ടികൾക്ക് വെച്ചൊരു കളി നടത്താണ്. അവരിൽ 6 പേർക്കും ഓരോ പെൻസിലും കട്ടറും കൊടുത്തിട്ടുണ്ട്. അവരിൽ ആരാണോ ആദ്യം പെൻസിൽ ചെത്തി കഴിയുന്നത് അവർക്കാണ് സമ്മാനം. അപ്പോൾ സ്പീഡിൽ ചെയ്യാം. ഓക്കെ അല്ലേ? സ്പീഡിൽ പെൻസിൽ മുഴുവനും ചെത്തി കഴിയണം. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് പറയട്ടെ? റെഡി? 1 2 3 സ്റ്റാർട്ട്. ആരാണോ ആദ്യം ചെത്തണേ അവർക്ക് സമ്മാനം. പെൻസിൽ മുഴുവനും ചെത്തി കഴിയണം. ഓക്കെ? പെൻസിൽ മുഴുവനും ചെത്തണം. വേഗം ചെത്തണം. ആരാണോ ആദ്യം ചെത്തുന്ന അവർക്ക് സമ്മാനം. പതുക്കെ, ടെൻഷനൊന്നും വേണ്ട. പതുക്കെ ചെത്തിയാൽ മതി. മുഴുവനും ചെത്തി കഴിയുന്ന ആൾക്ക് സമ്മാനം. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. ചെത്തിക്കോ. പുതിയ പെൻസിൽ കിട്ടാൻ വേണ്ടി പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വെറുതെ പെൻസിൽ ചെത്തി കളിച്ചിരുന്നില്ലേ? അതിന്റെ ഒരു ഓർമ്മ എന്നോണം പെൻസിൽ ചെത്താൻ പഠിക്കണം സ്കൂളിൽ പോകുമ്പോഴത്തേക്കും. ചെത്തിക്കോ. ആരാണോ ആദ്യം കഴിയണേ അവർക്ക് പറയാം. 1 മിനിറ്റ് സമയമുണ്ട്. ആൻറ്റി സമയം നോക്ക്.
സമ്മാനം. ചെത്തിക്കോ ചെത്തിക്കോ മോൻ, നല്ല ചെത്ത്, സ്പീഡിൽ ചെത്ത്, സ്പീഡിൽ ചെത്ത്. മോക്ക് ചെത്താൻ കിട്ടിയില്ലേ? ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിക്കും. ആ ഇനി ചെത്ത് ചെത്ത്, ഇങ്ങനെ പിടിക്കും. പെൻസിൽ കറക്ക്, പെൻസിൽ കറക്ക്, ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിക്കും. ആ എന്നിട്ട് പെൻസിൽ കറക്ക്. മുഴുവനും ചെത്തണം, മുഴുവനും ചെത്തണം. പെൻസിൽ മുഴുവനും ചെത്തി കഴിയണം, മുഴുവനും. ആരാണോ ആദ്യം മുഴുവനും ചെത്തുന്നത് അവർക്ക് സമ്മാനം. മോള് ചെത്തിക്കോ ചെത്തിക്കോ, അവിടെ പോലെ ചെത്ത്. നോക്കട്ടെ, എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം കുട്ടികളെ. ഏകദേശം കഴിയാറായിട്ടുണ്ട് ഒരാളുടെ. 1 മിനിറ്റാണ് കുട്ടികളുടെ സമയം. ആ 1 മിനിറ്റിനുള്ളിൽ ആരാണോ ആദ്യം ചെത്തി കഴിയണം അവർക്ക് സമ്മാനം. ചെത്ത് ചെത്ത്, പെൻസിൽ ചെത്ത്. ആ ചെത്ത് കഴിഞ്ഞിട്ടില്ല, മുഴുവനും ചെത്തണം. പെൻസിൽ മുഴുവനും ചെത്തി കഴിയണം. ഒരു പെൻസിൽ മുഴുവനും ചെത്തി കഴിയണം. ഇനി ചെത്തണം, മുഴുവനും കഴിയണം, മുഴുവനും കഴിയണം. ആന്റി കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ചെത്തേണ്ടതാ. ഇങ്ങനെ പിടിച്ച് ഓക്കെ. ഒരു കുഞ്ഞാളാണ്, ആൾക്ക് പെൻസിൽ ചെത്താൻ കിട്ടുന്നില്ല. ഞാനൊന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ചെത്തിക്കോ ചെത്തിക്കോ. കഴിഞ്ഞോ? ആരുടെ കഴിഞ്ഞ? ആദ്യം കഴിയാറായിട്ടുണ്ട് ഇവിടെ. സ്പീഡിൽ സ്പീഡിൽ ചെത്തട്ടെ. ആര് ജയിക്കും നോക്കാലോ. അപ്പ് അപ്പ്. ഇതാ കഴിയാറായി, ഒരാളുടെ കഴിയാറായിട്ടുണ്ട്, ഒരാളുടെ കഴിയാറായിട്ടുണ്ട്. അടുത്തത് കുട്ടികളുടെ കൈയൊക്കെ കേടുവന്നു. ചെത്തിക്കോ, പെൻസിൽ ചെത്തിക്കോ. നോക്കാലോ, നമുക്ക് ചെത്താൻ കിട്ടുമോ നോക്കാലോ. ഏകദേശം കഴിയാറായിട്ടുണ്ട്, ഒരാളുടെ അതാ കഴിയാറായിട്ടുണ്ട്. ടെൻഷനൊന്നും വേണ്ട, പതുക്കെ സമയമുണ്ട്. 1 മിനിറ്റിനുള്ളിൽ ചെത്തി കഴിഞ്ഞാൽ മതി. ആദ്യം ആര് ചെത്തുന്നോ അവർക്കാണ് സമ്മാനം. മുഴുവനും തീരണം, പെൻസിൽ മുഴുവനും തീരണം. എല്ലാവർക്കും സമ്മാനം തരും. അപ്പ് അപ്പ്. ഇതാ തീരാറായി, 2 ആളുടെ ഏകദേശം തീരാറായിട്ടുണ്ട്. ബാക്കിയുള്ളവരൊന്നും ചെത്തണില്ല, വേമേം ചെത്തണം, വേമേം ചെത്തണം. പെൻസിൽ ചെത്താൻ പഠിക്കണം. ഓക്കെ, ചെത്തിക്കോ, മോക്ക് അറിയണ പോലെ ചെത്തിക്കോ. ഏകദേശം ഏകദേശം കഴിയാറായിട്ടുണ്ട്. അവളുടെ പേരെന്താ? ഐഷയുടെ ഏകദേശം തീരാറായി. ഐഷയുടെ ഏകദേശം പെൻസിൽ തീരാറായി. മോൻ്റെ പേര്? അമൻദേവും ഏകദേശം ആയിട്ടുണ്ട്. ബാക്കിയുള്ള കുഞ്ഞുമക്കൾ 2 പേരും ഉരുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീര് ചെത്ത് വേഗം അങ്ങോട്ട്. മോൻ്റെ കഴിഞ്ഞാ? ആ നോട്ടെ, ഇനി ഒന്നും കൂടി നോട്ടെ, കുറച്ചും കൂടി തരുമോ നോട്ടെ. മോളുടെ നോട്ടെ. ആയിട്ടില്ല ആയിട്ടില്ല, ഇനിയാവും. മോൻ്റെ പേരെന്താ? ശിവദത്ത്. ഇപ്പൊ ശിവദത്തും ഐഷയും തമ്മിലാണ് മത്സരം. ഏകദേശം 2 പേരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. ശിവദത്തും ഐഷയും ആരാണ് ആദ്യം ഇപ്പൊ തീരുമാനിക്കും. ശിവദത്തിന്റെയും ഐഷയുടെയും ഏകദേശം കഴിയാറായി. മോൻ്റെ പേരെന്താ? ദിൽവർ. ജിൻവൽ. ആ ജിൻവൽ ഒട്ടും മോശമല്ല, ആള് ചെറുതാണെങ്കിലും ഏകദേശം 3/4 ഭാഗമായിട്ടുണ്ട്. നന്നായിട്ട് ചെത്തുന്നുണ്ട്. ആ ചെത്തിക്കോ മോള് ചെത്തിക്കോ. ഏകദേശം ഐഷയുടെ ഏകദേശം തീർന്നു. നോക്കട്ടെ, 2 പേരും എൻ്റെ കയ്യിൽ വെച്ചേ. അത്രയും മതി, കൈ കേടുവരും. ഇനി വെച്ചേ. കമ്പാരിറ്റീവ്ലി ഐഷയുടെ പെൻസിലാണ് ഏകദേശം തീർന്നേക്കുന്നത്. അതുകൊണ്ട് ആ ഗുഡ് ഗേൾ. അപ്പൊ ഐഷയുടെ പെൻസിലാണ് ഏകദേശം തീർന്നേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 1ാം സമ്മാനം കൊടുക്കണം ഐഷയ്ക്കാണ്. അച്ഛൻ്റെ പേരെന്താ? ആരുടെ മോളാ? ആ നമ്മുടെ ഫൗസിയുടെ മോളാ ഐഷ. അപ്പൊ ഐഷക്കുട്ടിക്കാണ് 1ാം സമ്മാനം. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം ഉണ്ട്. എല്ലാവരും കുട്ടികളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് ഇവർക്കൊരു സമ്മാനം കൊടുക്കണ്ടേ? കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാനായിട്ട് വേദിയിൽ നിന്ന് ഒരാൾ കടന്നു വരിക. സഞ്ജീവ് സാർ ഇവിടെ എവിടെയോ ഇരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ കണ്ടു. സഞ്ജീവ് സാർ ഒന്ന് മേളിലേക്ക് വന്നാൽ ഇപ്പൊ തരാം കേട്ടോ സമ്മാനം. ഓഡിറ്റ് ഡിവിഷനിലെ DC ആണ് സഞ്ജീവ് സാറ്. കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തിയാണ്. ഉണ്ട്. അത് 1 മിനിറ്റ് സാർ, 1 മിനിറ്റ് ആയിട്ടില്ല. കൈയടിക്കോ.
കുഴപ്പമില്ല ഒരു മിനിറ്റ്. ആ ശരി, വിടു ശരി, വിടു. ഓണാണല്ലേ? അപ്പൊ ഒന്നാം സമ്മാനം കിട്ടിയത് ഐഷക്കുട്ടിക്കാണ്. ഐഷക്കുട്ടിക്ക് ഒന്നാം സമ്മാനത്തിന് സമ്മാനം നൽകുന്ന സഞ്ജീവ് സാർ, ഓഡിറ്റ് ഡിവിഷൻ DC. ബാക്കിയുള്ള മക്കൾക്ക് എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനമുണ്ട്. ആരും നമ്മൾ വെറും കൈയോടെ വിടുന്നില്ല, എല്ലാവർക്കും സമ്മാനം കൊടുത്തിട്ടേ വിടുന്നുള്ളൂ. തീർച്ചയായിട്ടും പെൻസിലും കട്ടറും കൊടുക്കുന്നതായിരിക്കും. അവർ ചെത്തി കഴിഞ്ഞ പെൻസിലും കട്ടറും അവർക്ക് തന്നെ കൊണ്ടുപോവാ. പിന്നല്ലേ അടിപൊളി എക്സ്പ്രഷൻ ഇട്ട് ചെത്തിയാള്. എന്താ സയാൻവിയാണ് എക്സ്പ്രഷൻ ഇട്ട് നല്ല ക്യൂട്ടായിട്ട് ചെത്തിയത് കേട്ടാ. എല്ലാവർക്കും സമ്മാനമുണ്ട്. പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനമുണ്ട്. ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് സഞ്ജീവ് സാറിന് താങ്ക് യു. ഇടയിലേക്കാണ് വരുന്നത്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നേക്കുന്നത്. അത് നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളായിരിക്കും. അധികം സമയം എടുക്കാണ്ട് അത് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അവർ കൈപൊക്കണം. അവർക്ക് ഉറപ്പായിട്ടൊരു സമ്മാനമുണ്ട്. ആദ്യത്തെ ചോദ്യം, നമ്മൾ GPയുടെ കാലമാണ്. ആരുടെ കയ്യിലും കാശും വേണമെന്നുണ്ടാവും തോന്നില്ല, എന്നാലും കുറച്ച് പേരുടെ കയ്യിലുണ്ടാവും. പ്രത്യേകിച്ച് കോയിൻസ് ഉണ്ടാവുന്നത് വളരെ റെയർ ആയിരിക്കും. കോയിൻസ് കളക്ട് ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ അത് ഉണ്ടാവും. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്. 2024 പുറത്തിറങ്ങിയ 1 രൂപയുടെ കോയിൻ ആരുടെയെങ്കിലും കൈവശമുണ്ടെങ്കിൽ അവർക്ക് കൈപൊക്കാം. 2024 1 രൂപയുടെ കോയിൻ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അവർക്ക് കൈപൊക്കാം. അവർക്ക് സമ്മാനം. ആദ്യം കൈപൊക്കുന്ന ആൾക്ക് സമ്മാനം. കുറച്ച് പേരുടെ കയ്യിലൊക്കെ ഉണ്ടാവും കോയിൻ. 2024 1 രൂപ കോയിൻ. അവിടെ പൊക്കി കൈ പൊക്കിയോ? അവിടെ കയ്യിലുണ്ടോ? അവിടെയാണ് ആദ്യം പൊക്കിയത്. തല്ലുവിടരുത്. കയ്യിലുണ്ടോ? 2024 1 രൂപയുടെ കോയിൻ കയ്യിലുണ്ടോ? അവിടെ ആദ്യം കൈ പൊക്കി, രണ്ടാമത് ഇവിടെ കൈ പൊക്കി. ഇനി കയ്യിലുള്ളവർ കയ്യിൽ വെച്ചോളൂ, ഞങ്ങൾ സമ്മാനം കൊടുത്തിട്ട് വരാം. ആരുടെ കയ്യിൽ 2024 1 രൂപയുടെ കോയിൻ ആരുടെ കയ്യിലുള്ളത്? എവിടെ? ഓടാ. 2024 കോയിൻ കയ്യിലുണ്ട്, ബാഗിലുള്ളത്. അത് പറ്റില്ല, എൻ്റെ കയ്യിൽ തരണം, എന്നാലേ സമ്മാനമുള്ളൂ. 2024 1 രൂപയുടെ കോയിൻ കയ്യിൽ തരുന്നവർക്ക് സമ്മാനം. ഇവിടെ ഒരാൾ കൈപൊക്കിയല്ലോ. എല്ലാവർക്കും പ്രായമായി തോന്നുന്നു. ആർക്കും കണ്ണു കണ്ടൂടാ. 2024 കോയിൻ ആരുടെങ്കിലും കയ്യിലുണ്ടോ? 2024 1 രൂപയുടെ കോയിൻ ഉണ്ടോ? അതവിടെ കണ്ടു. ബാബാ കണ്ണു കാണുന്നുണ്ടോ? നോക്കടാ, എനിക്ക് കണ്ണു കാണൂല. 1 രൂപ 24 2023 2024 ആരുടെയും ഇല്ല. അപ്പോ ശരി, 24 ആരുടെയും കയ്യിൽ ഇല്ലാത്ത സ്ഥിതിക്ക് 23 സമ്മാനം കൊടുക്കുന്നു. കയ്യിലുണ്ടോ? 2024 ഉണ്ടോ? അവിടെ ഉണ്ട്. അതാണ് 23 അവിടെ കാണിച്ചു. ആദ്യം കാണിച്ചത് അവരായിരുന്നു. ഓക്കെ, അന്ന് അവർക്ക് സമ്മാനം. അപ്പൊ 2023 സമ്മാനം കൊടുക്കാണ്. സോറി, 24 ഉണ്ടോ? നോക്കി നോക്കൂ, ടോർച്ച് അടിച്ച് നോക്കൂ. 16 കുഴപ്പമില്ല. ശരി, അപ്പൊ നിങ്ങളുടെ സമ്മാനം ഉറപ്പിച്ചു. അങ്ങനെ ആ ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞ് സമ്മാനം കൊടുത്തിരിക്കുകയാണ്. അടുത്ത ചോദ്യം. ഇനി കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യന് ഒരു ആൻസർ, ഒരു സമ്മാനം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ റെഡി ആയിട്ടിരുന്നോ? അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, മഞ്ഞ,
പച്ച. കർച്ചീഫ് കയ്യിലുള്ളവര് ആരാണോ ആദ്യം കൈപോക്കുന്നത് അവർക്ക് സമ്മാനം. ഓറഞ്ച്, അത് ഓറഞ്ചാണോ? യെല്ലോ, പച്ച. എല്ലാരും കൈവെക്കരുത്, ആദ്യം പൊക്കിയോർക്ക. അത് പച്ചയില് കൂട്ടൂല. പച്ച, ഇലയുടെ പച്ച, മഞ്ഞ, കണിക്കൊന്ന മഞ്ഞ, ഓറഞ്ച്, അങ്ങനെയുള്ളവർക്ക് ഈശ്വരത്ത് പണിയിട്ടു. കറക്റ്റ് ആയിട്ട് ഓറഞ്ച് പൊക്കിയ ഒരാളവിടെ ഉണ്ട്. മാഡത്തിന്റെ കൂട്ടില്ല. ഇത് ഓറഞ്ച് അല്ല, ഇത് ഓറഞ്ച് മഞ്ഞലൊന്നും ഇടില്ല. ഇത് എന്താണ് ഇത്? ഓറഞ്ച് മഞ്ഞാണോ? കഴിക്കൂ. വെയിറ്റ് വെയിറ്റ്, ആദ്യം കൈപൊക്കിയത് അത് ഓറഞ്ച് കർച്ചീഫാണോ? കർച്ചീഫാണോ? കർച്ചീഫ് ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അല്ലല്ല, അതിന് മുമ്പ് കൈപൊക്കിയ ആൾക്കാരുണ്ട്. കൈപൊക്കിയ കൈപൊക്കിയവരുണ്ട്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ കറക്റ്റ് പച്ച കൈപൊക്കിയത് അവിടെ ഒരാളുണ്ട്. വാ, ഇപ്പൊ പറ്റില്ല, ആദ്യം കൈപൊക്കണം. ഇത് പച്ചയെ കൂട്ടാലോ അല്ലേ? ഇത് പച്ചയാണോ? ആ, എന്നാ പച്ചയാണ്. അതാ, അതായിട്ടില്ല. ആദ്യം കൈ പോക്കണം ചേച്ചി, കൊടുത്തേക്കൂ. അപ്പൊ രണ്ടാമത്തെ സമ്മാനം കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം. ആകെ കുറച്ച് സമ്മാനങ്ങളേ ഉള്ളൂ, അപ്പൊ കുറച്ച് ചോദ്യമേ ഉള്ളൂ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ഈശ്വര, ഹവായി ചപ്പലിട്ടിട്ട് വന്ന ആരെങ്കിലും ഉണ്ടോ? ഹവായി ചപ്പലിട്ടിട്ട് വന്ന ആരെങ്കിലും ഉണ്ടോ? ആദ്യം എണീക്കാം. ഹവായി ചപ്പലിട്ടിട്ട് വന്ന ആരെങ്കിലും? എല്ലാവർക്കും മുന്നോട്ട് വരാം, മുന്നോട്ട് വരാം. എനിക്ക് അങ്ങോട്ട് വരാൻ വയ്യ, അങ്ങോട്ട് വരാം. എല്ലാരും കണ്ടേ? ഹവായി ചപ്പലിട്ടിട്ട് വന്ന ആള് അമ്പടാ, അത് ഹവായി തന്നെയാണോ? സാർ ശരിയല്ലേ? ആ, എന്നാ കൊടുത്തേക്ക് സമ്മാനം. ഒരു നല്ല കയ്യടി. അത് ആദ്യ സമ്മാനം കൊടുത്ത്. ഇനി അടുത്ത ചോദ്യം. നീല പച്ച കല്ല് വെച്ച മൂക്കുത്തി ഇട്ടിട്ട് വന്നിട്ടുണ്ട് ആരെങ്കിലും? നീല പച്ച കല്ല് വെച്ച മൂക്കുത്തി ഇട്ടിട്ട് വന്നിട്ടുണ്ട് ആരെങ്കിലും? ഉള്ളവർക്ക് കൈവക്കാം. മൂക്കുത്തി, നീല പച്ച. അല്ല, സമ്മാനം ചേച്ചിമാർക്കും വേണ്ടേ, അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ചോദ്യം. ആരുമില്ലേ? ആരുമില്ല. അപ്പൊ നമുക്ക് സമ്മാനം. അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ഓടാത്ത വാച്ച് കെട്ടിട്ട് വന്നവർ ആരെങ്കിലും ഉണ്ടോ? ഓടാത്ത വാച്ച് കെട്ടി ചേച്ചി എണീറ്റ് വാ. അല്ലല്ല, അവരാണ് ആദ്യം കൈവക്കിയത്. ഓടാത്ത വാച്ച് കെട്ടിട്ട് വന്ന ആള്. അല്ലല്ല, അവരാണ് ആദ്യം കൈവക്കിയത്. കലക്കി. അല്ല, എണീറ്റ് കൈവക്കാൻ ആദ്യം കൈവക്കിയല്ലോ. ആ, ഇത് ഓടുന്നില്ല, 2 മണി ആയിട്ടുള്ളൂ. ഓക്കെ, അടുത്ത സമ്മാനം കഴിഞ്ഞോ? ഇനി ഇടയിലിടയിൽ ഞാൻ വരാം. ഗെയിമുകളുടെ ഇടവേളയിൽ ഞാൻ വരുന്നതായിരിക്കും. പരിപാടികളുടെ ഇടവേളയിൽ എല്ലാവർക്കും സമ്മാനമായിട്ട്.